മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ ബാഹ്യമായ ചടങ്ങുകൾ മാത്രമായിരിക്കരുത്, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളെയും പരിവർത്തനം ചെയ്യുന്നതായിരിക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ഏറ്റവും പ്രധാന അനുഷ്ഠാനമാണ് നമസ്കാരം. അതിൻ്റെ ഓരോ ഘടകങ്ങളും മനുഷ്യജീവിതത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അംഗശുദ്ധി വരുത്തി വേണം നമസ്കരിക്കാൻ. ഇതുവഴി വിശ്വാസിയിൽ വൃത്തിയുടെയും ശുദ്ധിയുടെയും ബോധം പ്രബലപ്പെടുന്നു. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. സംഗമ നമസ്കാരം, അണികൾ ചേർന്നിരിക്കുന്ന നമസ്കാരത്തിനേക്കാൾ വിനയഭാവത്തിൽ നിൽക്കൽ, സാഷ്ടാംഗം തുടങ്ങി ഓരോ ഘടകവും വ്യക്തിജീവിതത്തിലെ അച്ചടക്കത്തിൻ്റെ പ്രതീകമാണ്. നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗം സൃഷ്ടാവിന് സമർപ്പിക്കുന്ന സ്തുതി കീർത്തനങ്ങളാണെങ്കിൽ മറുഭാഗം സൃഷ്ടാവിനോട് യാചിച്ചു വാങ്ങുന്ന കാരുണ്യവും അനുഗ്രഹങ്ങളുമാണ്. സൃഷ്ടിയുടെയും സൃഷ്ടാവും തമ്മിലുള്ള നിരന്തര ബന്ധമാണ് നമസ്കാരം. ഇതുപോലെ നോമ്പും ജീവിതത്തിൽ മാറ്റം വരുത്താൻ സഹായകരമായ അനുഷ്ഠാനമാണ്. നോമ്പിൻ്റെ ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്രേ. ഒരാൾ ചീത്ത പ്രവർത്തനങ്ങളും ചീത്ത വാക്കുകളും ഉപേക്ഷിക്കുന്നുവെങ്കിൽ അയാൾ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് അനുഷ്ഠിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ പ്രധാന അനുഷ്ഠാന കർമ്മങ്ങൾ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട്. സഹജീവികളോട് കാരുണ്യം കാണിക്കുകയും തൻ്റെ സമ്പത്ത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന ചിന്ത, ധൂർത്ത് പാടില്ലെന്ന വിചാരം, മാനവിക സമത്വം, അടിമയുടെയും ഉടമയുടെയും രാജാവും റബ്ബിൻ്റെ